ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റൂട്രെൻഡ്. അപ്പൊ എല്ലാവർക്കും സ്റ്റൂട്രെൻഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലോട്ട് കിടക്കണം. +2 ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ചാപ്റ്ററിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള വീഡിയോ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ മക്കളെ, ഒട്ടും ഡിലേ ആക്കുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് കണ്ടന്റിലോട്ട് കിടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ആണ്. ഇവിടെ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഫസ്റ്റ് പാർട്ട് ഓഫ് ഫിസിക്സിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇലക്ട്രിക് ചാർജിനെ കുറിച്ചും അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചുമാണ്. സെക്കൻഡ് പാർട്ടിനകത്ത് നമ്മൾ ഒപ്റ്റിക്സിനെ കുറിച്ച് ഡീൽ ചെയ്യും, പിന്നെ നമ്മൾ മോഡേൺ ഫിസിക്സിനെ കുറിച്ച് ഡീൽ ചെയ്യും. ഫൈൻ. സോ ആദ്യം നമുക്ക് എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് നോക്കിയാൽ, ചാർജ്, ഇലക്ട്രിക് ചാർജ് കേട്ടിട്ടുണ്ടോ? ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കളും രണ്ട് കാറ്റഗറിയിലേക്ക് പെടുത്താൻ പറ്റുള്ളൂ. ചാർജ്ഡ് അല്ലെങ്കിൽ ന്യൂട്രൽ. ഈ രണ്ട് കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റത്തുള്ളൂ. ഒന്നില്ലെങ്കിൽ ആ വസ്തു ചാർജ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആ വസ്തു ന്യൂട്രൽ ബോഡി ആയിരിക്കും. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. ചാർജ്ഡ് ഉള്ള ബോഡീസ് രണ്ട് കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. ഒന്ന് പോസിറ്റീവ്ലി ചാർജ്ഡ്, ഒന്ന് നെഗറ്റീവ്ലി ചാർജ്ഡ്. അപ്പൊ തോന്നില്ലേ മക്കൾക്ക്, എങ്ങനെയാണ് സാറേ ഈ പോസിറ്റീവ്, ഒരു ബോഡിന് എങ്ങനെ പോസിറ്റീവ് എന്നും ഒരു ബോഡിന് എങ്ങനെ നെഗറ്റീവ് ചാർജ് എന്നും പറയാൻ പറ്റും? അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആവുന്നത്, എങ്ങനെയാണ് ഒരു ബോഡി നെഗറ്റീവ്ലി ചാർജ്ഡ് ആവുന്നത്? ഈ ഒരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും വന്നില്ലടാ? വരും, സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുത്തു എന്നിരിക്കട്ടെ, എന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. എന്റെ ഒരു കൂട്ടുകാരൻ എന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചു എന്നിരിക്കട്ടെ, അവന്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ ഇവിടെ പൈസയല്ല മക്കളെ കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും ഇലക്ട്രോൺസ് ആണ്. അതിൽ ആരാണോ എക്സസ് ഇലക്ട്രോൺസ് ഉള്ളത്, അതായത് ഞാൻ എല്ലാവരുടെയും ഇലക്ട്രോൺസ് മേടിച്ചിട്ട് എന്റെ കയ്യിൽ കുറെ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഞാൻ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ആരാണോ ഇലക്ട്രോൺസ് കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ആർക്കാണുള്ളത്, അവര് പോസിറ്റീവ്ലി ചാർജ് ആയിരിക്കും. മനസ്സിലാവണ്ട മക്കളെ? സോ സിമ്പിൾ ആയിട്ട് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഏത് ബോഡിയിലാണോ എക്സസ് ഇലക്ട്രോൺസ് ഉള്ളത്, ഇലക്ട്രോൺസ് കൂടുതലുള്ളത്, ആ ബോഡി നെഗറ്റീവ്ലി ചാർജ് ആയിരിക്കും. ഏത് ബോഡിയിലാണോ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത്, അതായത് ഇലക്ട്രോൺസ് കുറവുള്ളത്, ആ ബോഡി പോസിറ്റീവ്ലി ചാർജ് ആയിരിക്കും. ക്ലിയർ അല്ലടാ? ചാർജിനെ കുറിച്ച് ഇനി ഒരു സംശയമില്ലല്ലോ. എന്താണ് ചാർജ്? എപ്പോഴാണ് പോസിറ്റീവ് ആവുക, എപ്പോഴാണ് നെഗറ്റീവ് ആവുക? ചാർജ് ഇല്ലാത്ത സമയത്ത് ന്യൂട്രൽ ആവും. ക്ലിയർ? അടുത്തൊരു കാര്യം, ചാർജിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3 വേസിൽ, 3 മെത്തേഡിൽ നമുക്ക് ചാർജിങ് ചെയ്യാൻ പറ്റും. ചാർജിങ്, മൊബൈൽ ചാർജിങ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ചാർജിങ്. ഫൈൻ. സോ 3 മെത്തേഡിൽ നമുക്ക് ചാർജിങ് പോസിബിൾ ആണ് കേട്ടോ. ചാർജിങ് 3 മെത്തേഡിൽ പോസിബിൾ ആണ്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ. 3 മെത്തേഡിൽ നമുക്ക് ഒരു ബോഡിക്ക് ചാർജിങ് അല്ലെങ്കിൽ ചാർജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ. കണ്ടക്ഷൻ മീൻസ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിക്കോ, ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞുതരാം. സോ ഇതൊരു ന്യൂട്രൽ ബോഡിയാണെന്ന് വിചാരിക്കും. ഇതിനകത്ത് ഒരു തരത്തിലുള്ള ചാർജും ഇല്ല. പക്ഷെ ഇതിനടുത്തോട്ട് ഞാനൊരു ചാർജ്ഡ് ബോഡി കൊണ്ടുവരികയാണ്. ചാർജ്ഡ് ബോഡി, ഈ ബോഡിയിലുള്ളത് പോസിറ്റീവ്ലി ചാർജ് ആണെന്ന് വിചാരിക്കാം. ഈ ബോഡിയിൽ എന്ത് ചാർജ് ആണ് മക്കളെ ഉള്ളത്? പോസിറ്റീവ് ചാർജ് ആണ്. ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ബോഡി ഞാൻ ഈ ന്യൂട്രൽ ബോഡിയുടെ അടുത്തുകൊണ്ട് വെക്കുകയാണ്. അതായത് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വെക്കുകയാണ്, അങ്ങ് കൂട്ടി മുട്ടിച്ച് വെക്കുകയാണ്. ഇപ്പൊ ഈ ഡസ്റ്റർ ആണ് ന്യൂട്രൽ, ഈ പെന്നാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഞാൻ കോണ്ടാക്റ്റിൽ വെക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ന്യൂട്രൽ ബോഡിക്കും ഏത് ചാർജ് കിട്ടുവാണ് മക്കളെ? പോസിറ്റീവ് ചാർജ് തന്നെ കിട്ടും. ഇങ്ങനെ ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ ഒരു വസ്തുവിന് സെയിം ചാർജ് ഇമ്പാർട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഓഫ് ചാർജിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കണ്ടക്ഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലടാ മക്കളെ? ക്ലിയർ അല്ലടാ? ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിലോട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ ചാർജുകൾ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത മെത്തേഡാണ് ഇൻജക്ഷൻ. നെക്സ്റ്റ് മെത്തേഡ് ആണ് മക്കളെ ഇൻജക്ഷൻ. എന്തായിരിക്കും ഇൻജക്ഷൻ എന്ന് പറയും? എന്തായിരിക്കും ഇൻജക്ഷൻ നോക്കണം. ഇപ്പൊ ഇതേപോലെ തന്നെ രണ്ട് ബോഡീസ് ഉണ്ട്. ആദ്യത്തെ ബോഡി ഞാൻ എടുത്തിട്ട് വന്നിട്ട്, ഇത് പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ബോഡി ഞാൻ എടുത്തു വന്നിട്ട് ഈ പറയുന്ന ന്യൂട്രൽ ബോഡിയുടെ അടുത്തൊന്നും കൊണ്ടുപോയി വെക്കുന്ന, അടുത്ത് മാത്രം കൊണ്ടുവന്ന് വെക്കുന്നുള്ളൂ, അല്ലാതെ ഇവിടെ പോലെ കൂട്ടി മുട്ടിക്കുന്നില്ല. മനസ്സിലാവുന്നില്ല? there is a distance, ഒരു സ്മോൾ ഡിസ്റ്റൻസിലാണ് ഈ ചാർജ്ഡ് ബോഡി എടുത്തിട്ട് ന്യൂട്രൽ ബോഡിയുടെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുന്നത്. അല്ലാതെ കോണ്ടാക്റ്റിൽ അല്ല മക്കളെ വെക്കുന്നത്. there is a gap between the two bodies. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്പോസിറ്റ് ചാർജ് ആണ് ഇൻഡ്യൂസ് ചെയ്യുക. സോ സെയിം ഇവിടെ എന്തായിരിക്കും? ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ട് മക്കളെ? ഇതിനെയാണ് നമ്മൾ ചാർജിങ് ബൈ
ഇൻഡക്ഷൻ എന്ന് പറയാം. ഇവിടെ ഡയറക്റ്റ് കോണ്ടാക്ട് ആയ കാരണം സെയിം ചാർജ് വന്നു, ഇവിടെ കുറച്ച് ഡിസ്റ്റൻസിലാണ് വയ്ക്കുന്നത്. സോ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും ഇതിനകത്ത് വരിക. സോ അതിന്റെ മറുവശത്ത് എന്ത് വരും? പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണോ മക്കളെ? ഇതാണ് നമ്മുടെ എന്തെന്ന് പറയാ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയും. ഇത് ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയും. ഒരു മെത്തേഡ് കൂടിയുണ്ട്, ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ, ചാർജിങ് ബൈ ഫ്രിക്ഷൻ. എന്തായിരിക്കും ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയാം? ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? രണ്ട് വസ്തുക്കൾ തമ്മിൽ ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ ഇടയിൽ ഫ്രിക്ഷൻ വരും. അല്ലെങ്കിൽ സാധാരണ നടക്കുമ്പോൾ നമുക്ക് ഫ്രിക്ഷൻ ആവശ്യമാണല്ലേ? നമ്മുടെ ബോഡിയും ഈ പറയുന്ന നിലവും തമ്മിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് നടക്കാൻ പറ്റത്തുള്ളൂ. ഫ്രിക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും അറിയാം, മോഷൻ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഫ്രിക്ഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫ്രിക്ഷൻ എങ്ങനെയാണ് ചാർജ് ചെയ്യാനുള്ള ഒരു മെത്തേഡായി മാറുന്നത്? അങ്ങനെ നിങ്ങൾ അറിയുന്ന ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ, അല്ലെ ഞാൻ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ സ്കെയിൽ ഉണ്ടല്ലോ, ഞാൻ തലയിൽ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് പെൻസിലുകൾ ഈ പറയുന്ന പേപ്പർ കഷ്ണങ്ങളുടെ മുകളിൽ കൊണ്ട് വെക്കും. അപ്പൊ ഈ പേപ്പർ കഷ്ണങ്ങൾ ഈ പറഞ്ഞ സ്കെയിലിൽ അങ്ങ് ഒട്ടിപ്പിടിക്കും, ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും അല്ലെ. ഇതിന് അടുത്തുകൊണ്ട് വെക്കും, ഇങ്ങനെ ചാടി ചാടി പേപ്പർ സ്കെയിലിൽ പോയി പിടിച്ചുകൊണ്ടിരിക്കും. ഒന്നുകൂടി പറഞ്ഞുതരാം. തലയിൽ നമ്മൾ ഈ സ്കെയിൽ ഉരച്ചിട്ട് ടേബിളിന്റെ മുകളിലുള്ള അല്ലെങ്കിൽ ബുക്കിന്റെ മുകളിലുള്ള ചെറിയ ചെറിയ പേപ്പർ കഷ്ണങ്ങളുടെ മുകളിൽ കൊണ്ട് വെക്കുമ്പോൾ ഈ പേപ്പർ കഷ്ണങ്ങൾ സ്കെയിലിൽ അങ്ങ് ഒട്ടിപ്പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ എന്താണ് മക്കളെ സംഭവിക്കുന്നത്? ഞാൻ ഈ തലയിൽ റബ്ബ് ചെയ്യുമ്പോൾ ഈ പറയുന്ന സ്കെയിലിൽ ഒരു ചാർജ് ലഭിക്കുകയാണ്. മറ്റൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ സ്കെയിലും അതുപോലെ തന്നെ ഈ പറയുന്ന സ്കെയിലല്ല, ഗ്ലാസ് റോഡ് എടുത്തു എന്ന് വിചാരിക്കാം. ഗ്ലാസ് റോഡും സിൽക്ക് തുണിയും തമ്മിൽ ഞാൻ ഇങ്ങനെ റബ്ബ് ചെയ്തു എന്ന് വിചാരിക്കാം. ഗ്ലാസ് റോഡും സിൽക്കും ഗ്ലാസ് റോഡും ഉണ്ട്, ഒരു സിൽക്കും ഉണ്ട് കേട്ടോ. സിൽക്ക് തുണിയും, സിൽക്ക് സ്മിതാതെ കേട്ടില്ല, ആ സിൽക്ക് തന്നെയാണ്. സിൽക്ക് തുണിയും ഗ്ലാസ് റോഡും തമ്മിൽ ഞാൻ അങ്ങ് റബ്ബ് ചെയ്യാണ് മക്കളെ. റബ്ബ് ഉരച്ചു എന്ന് വിചാരിക്കട്ടെ, രണ്ടും കൂടി ഉരച്ചു. രണ്ടിനും ചാർജ് കിട്ടും. അവിടെ ചാർജ് കിട്ടുന്നത് ബൈ ഫ്രിക്ഷൻ ആണ്. നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ ഉരയ്ക്കുകയല്ലേ. സോ ചാർജിങ് ബൈ ഫ്രിക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ഫ്രിക്ഷൻ. സോ ഗ്ലാസ് റോഡ് അക്യൂവേഴ്സ് പോസിറ്റീവ് ചാർജ്. സിൽക്ക് തുണി അതിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും കിട്ടുക. അപ്പൊ എങ്ങനെയായിരിക്കും ഇലക്ട്രോൺസ് ഉണ്ടാവുക? ഗ്ലാസ് റോഡ് സിൽക്കിന് ഇലക്ട്രോൺസ് കൊടുത്തിട്ടുണ്ടാവും, ശരിയല്ലേ? ഇലക്ട്രോൺസ് കൊടുക്കുമ്പോഴാണ് എനിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടുക. അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്നെ പോസിറ്റീവ്ലി ചാർജ് ആക്കുക. അപ്പൊ എന്തായിരിക്കും? സിൽക്ക് ആയിരിക്കും ഇലക്ട്രോൺസിനൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടാവുക. സിൽക്കിനകത്ത് എന്തായിരിക്കും മക്കളെ? എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. സിൽക്കിനകത്ത് എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. ഗ്ലാസ് റോഡിനകത്ത് ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ? സോ ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ അങ്ങ് ഉരയ്ക്കുന്ന സമയത്ത് ഗ്ലാസ് റോഡിൽ നിന്ന് ഇലക്ട്രോൺസ് ഇതിലോട്ട് പോവും, സിൽക്കിലോട്ട് പോവും. അതുകൊണ്ട് തന്നെ സിൽക്കിനകത്ത് എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്, സിൽക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഗ്ലാസ് റോഡിലുള്ള ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഗ്ലാസ് റോഡിനകത്ത് ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. സോ ഗ്ലാസ് റോഡ് ബിക്കം പോസിറ്റീവ്ലി ചാർജ്ഡ്. ഇതാണ് 3 മെത്തേഡ് ഓഫ് ചാർജിങ് എന്ന് പറയുന്നത്. ഏറ്റവും ബേസിക് ആണ്. 1 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ കണ്ടാൽ കണ്ടു, അത്രേ ഉള്ളൂ മക്കളെ. അതിനപ്പുറം ഇതിൽ നിന്ന് വലിയൊരു മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ചാർജിങ് എന്ന് മനസ്സിലാക്കുക. 3 മെത്തേഡിൽ നമുക്ക് ചാർജ് ചെയ്യാം. കണ്ടക്ഷൻ, ഇൻഡക്ഷൻ, ഫ്രിക്ഷൻ. കണ്ടക്ഷൻ പറഞ്ഞാൽ ഡയറക്റ്റ് കോണ്ടാക്ട്. ഞാൻ ഒരാളിനെ കൈ കൊടുത്തിട്ട് കൊറോണ കൊടുക്കുന്ന പോലെ, മനസ്സിലാവണം. എനിക്ക് കൊറോണ ഉണ്ട്, എന്റെ ഫ്രണ്ടിന് ഞാൻ കൈ കൊടുത്തിട്ട് അവനും കൊറോണ കൊടുക്കുന്ന പോലെയാണ് കണ്ടക്ഷൻ എന്ന് പറയാ. ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ നമുക്ക് ചാർജ് കൊടുക്കുന്ന പോലെ. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും ഇൻഡ്യൂസ് ചെയ്യുക. എനിക്ക് പോസിറ്റീവ് ആണെങ്കിൽ എന്റെ കൂട്ടുകാരൻ നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഇൻഡ്യൂസ് ചെയ്യുക. അതാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ പറഞ്ഞാൽ ഉരയ്ക്കുന്ന ആലോചിക്കും, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നൊക്കെ ആലോചിക്കും. സോ ഒരു സിൽക്കും ഒരു കോട്ടൺ സിൽക്ക് തുണിയും ഒരു ഗ്ലാസ് റോഡും തമ്മിൽ ഉരയ്ക്കുന്ന സമയത്ത് ഗ്ലാസ് റോഡിന് പോസിറ്റീവ് വരും, സിൽക്ക് തുണിക്ക് എന്ത് ചാർജ് വരുവാ മക്കളെ? നെഗറ്റീവ് വരും. അതിന്റെ റീസൺ പറഞ്ഞു, എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് നെഗറ്റീവ് ആണ്, ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ആണ് പോസിറ്റീവ് ആണ്. ഇതാണ് നമ്മുടെ +2 ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററിന്റെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. മനസ്സിലായി വിചാരിക്കുന്നു മക്കളെ. നമുക്ക് നമ്മുടെ അടുത്തൊരു ടോപ്പിക്കിലോട്ട് കിടക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജ് എന്താണെന്ന് നോക്കി. ഇനി അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ലടാ, ജസ്റ്റ് 3 പ്രോപ്പർട്ടീസേ ഈ കാണുന്നുള്ളൂ. ആദ്യം അഡിക്റ്റിവിറ്റി ഓഫ് ചാർജ്, അടുത്ത ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, അടുത്ത കൺസർവേഷൻ ഓഫ് ചാർജ്. അഡിക്റ്റിവിറ്റി എന്തായിരിക്കും? അഡിക്റ്റിവിറ്റി എന്ന് പറയുന്നത് ആഡിങ്. ഇലക്ട്രിക് ചാർജുകൾ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും? ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് കണക്ക് തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത് നോക്കണം, അഡിക്റ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇപ്പൊ ഒരു ചാർജ് ഉദാഹരണം എടുത്തോട്ടാ, ഒരു +5Q ആണ് ഒരു ചാർജ് എന്ന് പറയുന്നത്. കൂളംബാണ് ശരിക്കും ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. കൂളംബ് ട്ടാ, COULOMB. കൂളംബാണ് ചാർജിന്റെ യൂണിറ്റ്. C എന്നാണ് എഴുതാട്ടാ, കൂളംസ്. ഫൈൻ. സോ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഒരു +5Q
Q ആണ് നമ്മുടെ ചാർജ് എന്ന് ഇരിക്കട്ടെ. അടുത്തൊരു ചാർജ് എന്ന് പറഞ്ഞു വെച്ചാൽ -2Q ആണെന്ന് വിചാരിക്കട്ടെ. ഈ രണ്ട് ചാർജുകൾ കൂടി ആഡ് ചെയ്യുന്ന കിട്ടുന്ന ചാർജ് എത്രയാണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്യാം. +5 - 2 +3Q. ക്ലിയർ അല്ലടാ മക്കളെ? ക്ലിയർ അല്ലടാ മക്കളെ? സിമ്പിൾ മാത്തമാറ്റിക്കൽ അഡീഷനിലൂടെ നമുക്ക് ചാർജുകൾ, ഇലക്ട്രിക് ചാർജുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. വേറൊരു ഉദാഹരണം പറയാം. +7Q ആണെന്ന് വിചാരിക്കട്ടെ, -9Q ആണെന്ന് ഇരിക്കട്ടെ, -9Q ആണെന്ന് ഇരിക്കട്ടെ. സോ ഈ രണ്ട് ചാർജുകൾ തമ്മിൽ ആഡ് ചെയ്ത് എന്തായിരിക്കും വരടാ മക്കളെ? -2Q ആയിരിക്കും ചാർജ് വരിക. ക്ലിയർ? സിമ്പിൾ അല്ലടാ? സിമ്പിൾ മാത്സിലൂടെ നമുക്ക് ഇലക്ട്രിക് ചാർജുകൾ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം, അഡിക്റ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ക്ലിയർ? രണ്ടാമത്തെ കാര്യത്തിലോട്ട് കിടക്കാം, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ എന്തായിരിക്കും ഈ ക്വാണ്ടൈസേഷൻ എന്ന് പറയാ? ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കി. Q = +or-ne. ക്യാപിറ്റൽ Q വേണമെന്ന് നിർബന്ധമില്ല, സ്മോൾ q എഴുതി വെക്കാം. Q = +or-ne. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? All charges അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജസ് in a object is the integral multiple of the basic charge. അതായത് നിങ്ങൾ ഏത് ചാർജ് എടുത്തോ, ഏത് ചാർജ് എടുത്താലും അത് ബേസിക് ചാർജ് ആയ ചാർജ് ഓഫ് ഇലക്ട്രോണിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞുതരാം. ഇപ്പൊ E എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? E എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. അതായത് 1.6 × 10⁻⁻19 കൂളംസ് ആണ് ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന ഇലക്ട്രോണിന്റെ ചാർജിനെ ഏതെങ്കിലും ഇന്റീജേഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആയിരിക്കും. 1 2 3 4 5 6 7 ഏത് ആവാം, +or-ne. +or-ne എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? E എന്ന് പറയുന്ന ചാർജ് ഓഫ് ഇലക്ട്രോണിനെ ഏതെങ്കിലും ഒരു ഇന്റീജർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഏത് ചാർജ് എടുത്താലും ആ ചാർജിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ? സോ +or- ആണ് പറയുന്നത് കേട്ടോ. +or-ne ആണ്. n എന്ന് പറഞ്ഞ ഇന്റീജേഴ്സ് ആണ്. 1 2 3 4 1 ഇന്റീജേഴ്സ് ആണ് n എന്ന് പറയുന്നത്. സോ നമ്മൾ ഏത് ചാർജ് എടുത്താലും അത് ഈ പറയുന്ന ഇന്റീജേഴ്സ് കൊണ്ട് ഇലക്ട്രോണിന്റെ ചാർജിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ചാർജ് ആയിരിക്കും അതിലുണ്ടാവുക. +or-ne എന്ന് പറയും. സോ എന്താണ് ക്വാണ്ടൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കളെ? All charges are the integral multiple of the basic charge. That means charge of the electron. ഏത് ചാർജ് എടുത്താലും ഇലക്ട്രോണിന്റെ ചാർജിനെ ഏതെങ്കിലും ഇന്റീജേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് തന്നെ ആയിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയും. ഇമ്പോർട്ടന്റ് ആണ്, 2 മാർക്കിൽ ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്തത് കൺസർവേഷൻ ഓഫ് ചാർജ്. എന്താണ് മക്കളെ കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയാം? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അത് തന്നെയല്ലേ? സെയിം വേ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞു വെച്ചാൽ ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ഓർ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. ഏത് തരത്തിൽ വേണമെങ്കിൽ പറയാം. ചാർജിന് ഉണ്ടാക്കാനോ പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ചാർജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ 3 കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസിൽ പഠിക്കുന്നത്. ഒന്നാമത്തെ അഡിക്റ്റിവിറ്റി മീൻസ് സിമ്പിൾ മാത്സിലൂടെ ചാർജുകൾ ആഡ് ചെയ്യാൻ പറ്റും. ക്വാണ്ടൈസേഷൻ മീൻസ് ഓൾ അല്ലെങ്കിൽ എവറി ചാർജസ് ആർ the integral multiple of the basic charge. That means charge of an electron. ഏത് ചാർജുകൾ എടുത്താലും ഇലക്ട്രോണിന്റെ ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. മൂന്നാമത്തെ കൺസർവേഷൻ ഓഫ് ചാർജ്, ചാർജുകൾ ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. സോ ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. 2 മാർക്കിന് ചോദിക്കുന്ന ടോപ്പിക് ആണ്. 2 മാർക്ക് കൈപ്പിടിയിൽ ഒതുക്കണം. നിസ്സാരമായ ടോപ്പിക്, ഉറപ്പിച്ച ചോദ്യമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ മക്കളെ. നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കണം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? മാഗ്നറ്റിക് ഫീൽഡ് കേട്ടില്ല? ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള അതിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള റീജിയൻ നമുക്ക് എന്താ പറയാം? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. അത് കണക്ക് തന്നെ ആലോചിക്കടാ, ഒരു ഇലക്ട്രിക് ചാർജിന് ചുറ്റും ഇലക്ട്രിക് ചാർജിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയനെ നമുക്ക് എന്തെന്ന് പറയാം? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. സോ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ സ്പേസ് അറൗണ്ട് ദ ഇലക്ട്രിക് ചാർജ് where its influence exists. ഒരു ഇലക്ട്രിക് ചാർജിന് ചുറ്റും എത്ര ദൂരത്തോട്ടാണ് അതിന്റെ ഇൻഫ്ലുവൻസ് ഉള്ളത്, ആ ഒരു ദൂരത്തിനെ അല്ലെങ്കിൽ ആ ഒരു ഏരിയനെ നമുക്ക് എന്തെന്ന് പറയാം? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. ഇലക്ട്രിക് ഫീൽഡ് ഓക്കെ അല്ലേ? ഒന്നാമത്തെ കാര്യം നമ്മൾ ജഗപൊക തീർത്തു. അടുത്ത ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൈകെട്ടി ഇരുന്നാൽ മതിയോ? ഇല്ല, പോരാ. നമുക്കിത് കാണിച്ചു കൊടുക്കണം അല്ലേ? നമുക്കിത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു കാര്യമുണ്ട്, നമുക്ക് റെപ്രസെന്റ് ചെയ്യണം അല്ലേ? സോ ബുക്കിലൊക്കെ വെറുതെ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വി ഹാവ് ടു റെപ്രസെന്റ് ദ ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇമാജിനറി ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയാം.
These are the imaginary lines which are used to represent the electric field. Electric field നെ represent ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന imaginary lines നെ പറയുന്ന പേരാണ് മക്കളെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു വാക്ക് ഉപയോഗിക്കണം, ഇമാജിനറി ലൈൻസ്. ആ ലൈനുകൾ ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, റിയലി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദീസ് ആർ ദ ഇമാജിനറി ലൈൻസ്. ഈ ലൈനുകളെല്ലാം ഇമാജിനറി ആണ്. ക്ലിയർ അല്ലടാ മക്കളെ? ഡെഫിനിഷൻസ് എല്ലാം താഴെ ഉണ്ട് കേട്ടോ. ഫൈൻ. സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. വളരെ നിസ്സാരമാണ്. ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും എന്ന് വിചാരിക്കാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ചാർജിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് ആയിരിക്കും, പുറത്തോട്ടായിരിക്കും. അതേ കാര്യം ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് വിചാരിക്കും. നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആണെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ അകത്തോട്ടായിരിക്കും, ഉള്ളിലോട്ടായിരിക്കും. മക്കളെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ പറയാം. ഇപ്പൊ ഞാൻ ഭയങ്കര പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ബൈക്ക് കൊടുത്ത് ഹിമാലയം ലഡാക്ക് കൊണ്ട് അങ്ങനെ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരിക്കലും വീടിന്റെ അകത്ത് റൂമിനകത്ത് അടച്ചു മൂടി ഞാൻ ഇങ്ങനെ കിളിവാറി പോലെ ഇരിക്കത്തില്ല. സെയിം വേ ഒരു ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ മൈൻഡ് സെറ്റും പൊളിയായിരിക്കും, പുറത്തോട്ട് പോകാനായിരിക്കും ശ്രമിക്കുക. സപ്പോസ് ഞാനൊരു നെഗറ്റീവ് മൈൻഡുള്ള ഒരു പഠിപ്പിച്ചെക്കനാണെന്ന് വിചാരിക്കുക, വീട്ടിനകത്തിരുന്ന് എപ്പോഴും പുസ്തകം നിന്നുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെ ഒരു ചെക്കനല്ല, നിങ്ങളും അങ്ങനെ ആവരുത്. സോ നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് പോകാൻ പറ്റില്ല, അത് എപ്പോഴും റൂമിനകത്ത് തന്നെ ആയിരിക്കും. സോ നെഗറ്റീവ് ഡയറക്ഷൻ അകത്തോട്ടാണ്, പോസിറ്റീവ് ഡയറക്ഷൻ പുറത്തോട്ടാണ്. ക്ലിയർ അല്ലേ? ഇനി ഒരിക്കലും മറക്കില്ലല്ലോടാ മക്കളെ, മറക്കരുത്. പോസിറ്റീവ് ചാർജ് പുറത്തോട്ടാണ്, നെഗറ്റീവ് ചാർജിന്റെ ഡയറക്ഷൻ അകത്തോട്ടാണ്. ഫൈൻ. അപ്പൊ തോന്നും ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടെ അടുത്തടുത്ത് വെച്ച എന്ത് സംഭവിക്കും മക്കളെ? ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്, ഇതൊരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും. ക്ലിയർ അല്ലടാ മക്കളെ? ക്ലിയർ അല്ലടാ? ഡയറക്ഷനും ഓക്കെ അല്ലേ? സോ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? പോസിറ്റീവിന് എങ്ങനെയായിരിക്കും, നെഗറ്റീവിന് എങ്ങനെയായിരിക്കും? രണ്ടും അടുത്തടുത്ത് വെക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ക്ലിയർ? ഇത് രണ്ടും സെയിം ചാർജ് ആണ്, റിപ്പൽ ചെയ്യും. ആ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൽ ചെയ്യുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. അടുത്ത കാര്യം, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്നെല്ലാം നിങ്ങൾ പഠിച്ചു. ഇനി അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, എനിക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, അത് കണക്ക് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഒരിക്കലും അത് കൂട്ടിമുട്ടില്ല. നെവർ ഇന്റർസെപ്റ്റ്. കൂട്ടിമുട്ടില്ല മക്കളെ. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. റെയിൽവേ പാളങ്ങളിൽ ആലോചിക്കണം, റെയിൽവേ പാലങ്ങൾ കൂട്ടിമുട്ടും. ഇപ്പൊ പറയും ചെക്കന്മാർ, ഏതെങ്കിലുമൊക്കെ തലവറ ചെക്കന്മാർ പറയും, സാറേ ട്രെയിൻ തിരിയുന്ന സ്ഥലങ്ങളിൽ ചിലവിടെ രണ്ട് ട്രാക്കുകൾ ക്രോസ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നും വിചാരിക്കരുത്, റെയിൽവേ ട്രാക്കുകളെ പോലെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഒരിക്കലും കൂട്ടിമുട്ടില്ല. നെവർ ഇന്റർസെപ്റ്റ്. ഫൈൻ. അടുത്തത് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യും. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് തരും. എവിടെയാണ് സാറേ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് തരിക? മക്കളെ, നമ്മളിപ്പോ രണ്ട് ചാർജുകൾ വിചാരിച്ചു, അപ്പൊ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മളൊരു ടാൻജന്റ് വരയ്ക്കാന്ന് വിചാരിക്കാം. ടാൻജന്റ് അറിയാലോടാ നിങ്ങൾക്ക്? ടാൻജന്റ് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ക്ലിയർ ആയടാ? സോ ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡുകൾ നമുക്ക് എന്ത് തരും? ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമുക്ക് എന്ത് തരണം മക്കളെ? ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ കാണിച്ചു തരും. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇലക്ട്രിക് ഫീൽഡിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് ഒരു ടാൻജന്റ് വരച്ചു എന്ന് വിചാരിക്കാം. ആ ടാൻജന്റ് ആണ് നമ്മുടെ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡിനെ തരുന്നത്. അടുത്തത് നെക്സ്റ്റ് വൺ നോക്കടാ മക്കളെ. ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും. അത് മറക്കരുത്, ഏറ്റവും ബേസിക് ആണ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. അടുത്തത് യൂണിറ്റ് ഏരിയയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്തു. അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമുക്ക് എന്ത് തരും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് തരും. നോക്കണം മക്കളെ, ഒന്നുകൂടി വായിച്ചു നോക്കണം. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ് ആണ്. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല. അടുത്തത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കിട്ടും. അടുത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും. അടുത്ത പോയിന്റ് നോക്കണം. ഒരു യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡിനെ തരും. മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യും. ക്ലിയർ?
എത്ര പോയിന്റ് ഇടണം മക്കളെ? 1 2 3 4 4 നിസ്സാരപ്പെട്ട പോയിന്റുകൾ. പ്രോപ്പർ ഡെഫിനിഷൻ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവൂടാ മക്കളെ. ഇങ്ങനെ ചിത്രം വരച്ച് സാറ് പറഞ്ഞു തരുന്ന പോലെ, അല്ലെങ്കിൽ ഞാൻ എന്നെ സാറിനൊന്നും വിളിക്കുന്നത് ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞു തരുന്ന പോലെ നിങ്ങൾ എഴുതണമെന്ന് നിർബന്ധമില്ല. പ്രോപ്പർ എക്സാക്ട് ഡെഫിനിഷൻസ് എക്സാക്ട് ആയിട്ട് പരീക്ഷയിൽ എങ്ങനെ എഴുതണമെന്ന് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ബോർഡിൽ എഴുതുന്നതിനും അതിന്റേതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫൈൻ. സോ നോക്കണം മക്കളെ, ഇത്രയും പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി. 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം അത് കണക്ക് തന്നെ. പിന്നെ ഞാൻ ഓൾറെഡി വരച്ചു തന്നൊരു കാര്യമുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ തന്നിട്ട് അവർ ഈ പുറത്തോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇടുക. എന്നിട്ട് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ചാർജ്. ഇത് ഏത് ചാർജ് ആണ്? പുറത്തോട്ട് ലൈൻ ഇട്ടാൽ ലഡാക്കും ഹിമാലയവും ഒക്കെ ആലോചിക്കും, ബൈക്കിൽ പോണത് ആലോചിക്കും. പുറത്തോട്ട് പോകുന്ന ആൾ ആരാണ്? പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. സോ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഫോറൽസ് മറ്റൊരു തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. അതായത് ഇതേ കണക്ക് തന്നെയാണ്, 2 ചാർജുകൾ അടുത്തടുത്ത് വെച്ചിട്ട് ഈ രീതിയിൽ ഡയറക്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ചോദിക്കും 2 ചാർജുകൾ ഏതൊക്കെയാണ്? സോ അറിയണം, പോസിറ്റീവിൽ നിന്നാണ് നെഗറ്റീവിലോട്ട് പോകുന്നത്. ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. അറിയണം മക്കളെ. അതിലാണ് സബ് ക്വസ്റ്റ്യൻ ആയിരിക്കും. വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? Write any 4 properties of electric field lines. അല്ലെങ്കിൽ write any 2 properties of electric field lines. എഴുതാലോടാ മക്കളെ, എഴുതാലോടാ. നിസ്സാരമായി എഴുതാം. ഉറപ്പിച്ച ചോദ്യം, 2 മാർക്ക്. പല പരീക്ഷകളിലും ചോദിച്ച ചോദ്യം നിങ്ങളുടെ പരീക്ഷയിലും ചോദിക്കട്ടെ മക്കളെ. അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പിച്ച കൺഫേം ആയ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനിലോട്ടാണ് നമ്മൾ നടക്കുന്നത്. ഞാൻ വീണ്ടും എടുത്തു പറയുന്നുണ്ട്, ഉറപ്പിച്ച ചോദ്യം. ഈ ചോദ്യമില്ലാത്ത +2 ഫിസിക്സ് പരീക്ഷ വിരളമാണ്, കുറവാണ്. ഉറപ്പിച്ചോടാ. കൂളംസ് ലോ നിയമമാണ്. ന്യൂട്ടൺ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ ഒക്കെ പഠിച്ച മക്കളല്ലേ നിങ്ങളെല്ലാവരും. അത് കണക്ക് തന്നെ ഒരു നിയമമാണ് കൂളംസ് ലോ എന്ന് പറയുന്നത്. സോ ലോ ആയത് കാരണം സ്റ്റേറ്റ്മെന്റ് അറിയണ്ടേ? സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. സോ ബോർഡിനകത്ത് സ്റ്റേറ്റ്മെന്റ് പ്രോപ്പർലി എഴുതിയിട്ടില്ല സാറേ, നമുക്ക് നോട്ടുകൾ പ്രോപ്പർ ആയിട്ട് കിട്ടും. മക്കളെ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ നോട്ടുകളെല്ലാം വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. സോ കൂളംസ് ലോ എന്താണ്? കൂളംസ് ലോ പറയുന്നത് 2 ചാർജുകൾ നോക്കണം. Q1 Q2 2 ചാർജുകൾ ഉണ്ട്. 2 ചാർജുകൾ R എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. 2 ചാർജുകൾ ഉണ്ട്, Q1 Q2. R എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് ഈ ചാർജുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? The force of attraction between 2 charges is directly proportional to the product of charges. F is directly proportional to Q1 Q2. മനസ്സിലായോടാ മക്കളെ? മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. 2 ചാർജുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 2 ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അല്ലെങ്കിൽ Q1 into Q2 ഇത് രണ്ടും തമ്മിലുള്ള ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് Q1 ഉം Q2 ഉം കൂടുമ്പോൾ ഫോഴ്സും കൂടും, Q1 ഉം Q2 ഉം കുറയുമ്പോൾ ഫോഴ്സും കുറയും. ക്ലിയർ? അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 charges is directly proportional to the product of 2 charges. അടുത്തത് നോക്കടാ. The force of attraction between 2 charges is inversely proportional to square of distance between them. അതായത് ഈ പറയുന്ന 2 ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഈ 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡിസ്റ്റൻസ് കൂടുന്തോറും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും, ഡിസ്റ്റൻസ് കുറയും തോറും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും, ഒന്ന് കുറയുമ്പോൾ മറ്റൊന്ന് കൂടും. ക്ലിയർ അല്ലടാ മക്കളെ? സോ the force of attraction between 2 charges is inversely proportional to the square of the distance between them. Distance r alle, so distance in the square ni inversely proportional aanu. Clear? അടുത്ത ഇത് രണ്ടും കൂടി ഒന്ന് ചേർത്ത് എഴുതണം മക്കളെ. So F is proportional to Q1 Q2 divided by r square. Clear? F is proportional to Q1 Q2 divided by r square. പ്രപ്പോർഷനാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എപ്പോഴും എന്താണ് കൊണ്ടുവരിക? ഒരു കോൺസ്റ്റന്റിനെയാണ് കൊണ്ടുവരിക. ഇവിടെയും അത് തന്നെയാണ് ചെയ്യുന്നത്. F equal to 1/4πε0 Q1 Q2 divided by r square. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്താണ് സാർ ഇതൊരു 1.5 കോൺസ്റ്റന്റ് ആയി പോയല്ലോ. എന്താണ് ε0? ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ε0 എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആണ്. അതിന്റെ വാല്യൂ 8.85 into 10⁻⁻12 കൂളം സ്ക്വയർ ന്യൂട്ടൺ പവർ ഓഫ് -1 മീറ്റർ പവർ ഓഫ് -2. ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. യൂണിറ്റും പഠിച്ചു വെച്ചാൽ നല്ലതാണ്. സോ ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് 1/4πε0 Q1 Q2 divided by
ആർ സ്ക്വയർ എന്ന് പറയുന്നത്. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഇതിന്റെ വാല്യൂ അല്ല ഞാൻ എഴുതിയിരിക്കുന്നത് ε0 അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയുടെ മാത്രം വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത്. ഇനി ടോട്ടൽ ഈ കോൺസ്റ്റന്റിന്റെ ഓവറോൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 9 × 10⁻9 ആണ്. 9 × 10⁻9 ആണ് ഈ പറയുന്ന കോൺസ്റ്റന്റിന്റെ ഓവറോൾ വാല്യൂ എന്ന് പറയുന്നത്. സോ കൂളംസ് ലോനെ നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യാം? എന്റെ കൂടെ പറഞ്ഞാണ് മക്കളെ, എന്റെ കൂടെ തന്നെ പറഞ്ഞേ. The force of attraction between two charges is directly proportional to the product of charges and it is inversely proportional to the square of distance between them. So F is equal to 1/4πε0 q1 q2 divided by r square, where q1 q2 are the two charges, r is the distance between them, 1/4πε0 is the constant, its value is 9 × 10⁻9, where ε0 is the absolute permittivity, its value is 8.85 × 10⁻−12. കുറച്ച് ഇംഗ്ലീഷ് കൂടി പോയോ? കാര്യമില്ല, ഒരു ഫ്ലോയില് പറയാണ്. ഞാനും +2 ഈ കാര്യമൊക്കെ മനപ്പാഠം പഠിച്ച ആളാണ്. സോ ആ ഒരു ഫ്ലോയിലാണ് ഇവിടെ പറയുന്നത്. പക്ഷെ നിങ്ങൾ മനപ്പാഠം പഠിക്കല്ലേ മക്കളെ, കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഏതാണ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ, ഏതാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, ഏത് കോൺസ്റ്റന്റ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ മനപ്പാഠം പഠിക്കേണ്ട കഥയൊന്നുമില്ല. ഞാൻ പണ്ട് കാലങ്ങളിൽ ഞാൻ പലതും മനപ്പാഠം പഠിച്ചിട്ടുണ്ട്, അതെല്ലാം ഞാനിപ്പോ മനസ്സിലാക്കി തുടങ്ങി. സോ നിങ്ങൾ ഇനീഷ്യലി തന്നെ മനസ്സിലാക്കി തന്നെ പഠിക്കണം മക്കളെ. ഉറപ്പിച്ച ചോദ്യം 2 മാർക്ക് ഉറപ്പിച്ചോളാം മക്കളെ. മക്കളെ അടുത്ത 2 കുഞ്ഞു ടോപ്പിക്കുകളിലൂടെ നടക്കാം. കാരണം ഈ ടോപ്പിക്കുകൾ ഇല്ലാതെ ഡെറിവേഷൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അതിനു വേണ്ടി മാത്രം പഠിക്കുന്ന ടോപ്പിക്കുകളാണ് നോക്കണം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് നമുക്ക് നോക്കണം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അതായത് ഒരു സോഴ്സ് ചാർജ് ഉണ്ട്. ഈ ചാർജ് മൂലം ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിചാരിക്കാം. ഈ ഇലക്ട്രിക് ഫീൽഡിനകത്തോട്ട് ഞാനൊരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവന്നു. ഇത് രണ്ടും തമ്മിലുള്ള ദൂരം ആറാന്നിരിക്കട്ടെ. എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞു വെച്ചാൽ, ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ ടെസ്റ്റ് ചാർജ്. ടെസ്റ്റ് ചാർജിനകത്ത് ഈ സോഴ്സ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? ഒന്നുകൂടി പറയണം. ടെസ്റ്റ് ചാർജിനകത്ത് സോഴ്സ് ചാർജ് മൂലം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയാ. ഈ പറയുന്ന വട്ടുവിട്ടിരിക്കുന്നത് ഈ സോഴ്സ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ നമുക്കറിയാം ഫോഴ്സിന്റെ ഇക്വേഷൻ F = 1/4πε0. ഇവിടെ 2 ചാർജുകൾ ഏതാണ്? QQ, ഒന്ന് ക്യാപിറ്റലും ഒന്ന് സ്മോളും ആണ്, ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ക്യാപിറ്റൽ E = F/Q ആണ്. F/Q ആണ്. സോ എന്ത് വരോടാ? 1/4πε0 Q divided by r square എന്ന് വരും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിന്റെ ഇക്വേഷൻ. ഇന്റൻസിറ്റി സ്മോൾ ലെറ്റർ Q പോയി കഴിഞ്ഞു. നോക്കട്ടെ, F/Q ആണ് ഇക്വേഷൻ വരുന്നത്. അതായത് ടെസ്റ്റ് ചാർജിനകത്ത് ഈ പറയുന്ന സോഴ്സ് ചാർജ് മൂലം എത്രത്തോളം ഫോഴ്സ് ആക്ട് ചെയ്യും, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയാ. ഇക്വേഷൻ മറക്കല്ലടാ മക്കളെ. 1/4πε0 ക്യാപിറ്റൽ Q divided by r square എന്ന് എഴുതാം. അടുത്തത് ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്? എന്താണ് സാറേ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്? സോ ഇതൊരു യൂണിറ്റ് സർഫേസ് ഏരിയ എന്ന് വിചാരിക്കുക. ഇവിടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇതിന് നോർമൽ ആയിട്ട് പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഒരു സർഫേസിന് നോർമൽ ആയിട്ട് എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നു അതിനെയാണ് നമുക്ക് എന്തെന്ന് പറയാ? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയാ. ഇക്വേഷൻ phi = E.S അല്ലെങ്കിൽ phi = ES cos theta. ഇത് വെക്റ്റർ ഫോർമാറ്റിലാണ് ഡോട്ട് എന്ന് പറയുന്നത്. phi = ES cos theta എന്ന് പറയാം. So theta is the angle between the surface and the ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഈ പറയുന്ന സർഫേസും തമ്മിലുള്ള ആംഗിൾ ആണ്. എസ് എന്ന് പറയുന്ന സർഫേസ് ഏരിയ ആണ്. വേണമെങ്കിൽ DS എന്ന് വേണമെങ്കിൽ എഴുതാം. ഫൈൻ, DS എന്ന് എഴുതാം അല്ലെങ്കിൽ S എന്ന് എഴുതാം. ആ പറയുന്ന സർഫേസ് ഏരിയ ആണ്. ക്ലിയർ അല്ലടാ? E എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. സോ എന്താണ് മക്കളെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ? ഒരു യൂണിറ്റ് സർഫേസ് ഏരിയക്ക് നോർമൽ ആയിട്ട് പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് ചാർജിൽ സോഴ്സ് ചാർജ് മൂലം എത്രത്തോളം ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്നതിന് നമുക്ക് എന്തെന്ന് പറയാം? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയാം. ഈ 2 കാര്യങ്ങളും ഉറപ്പായും നമ്മുടെ ഡെറിവേഷനുകളിൽ പ്രയോജനപ്പെടും. നേരിട്ട് ഡയറക്റ്റ് പിച്ച് ക്വസ്റ്റ്യൻസ് കണ്ടില്ലെങ്കിലും തുടർന്നുള്ള ഡെറിവേഷനുകളിൽ ഇത് പ്രയോജനപ്പെടും. അത് ഉറപ്പിച്ചോടാ മക്കളെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ. ആദ്യത്തെ പാർട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ടോട്ടൽ 3 പാർട്ട് കണ്ടന്റ് വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം പ്രോബ്ലംസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഫൈൻ, ഓക്കെ ആണോ മക്കളെ? സോ അടുത്ത പാർട്ട് വീഡിയോയിൽ കാണുന്നവരെ ബൈ.